ഹലോ കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായി ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടല്ലേ. ഇങ്ങനെ വീഡിയോസ് ഒന്നും മാത്രമല്ല, കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഏണ്ട ബർത്ത്ഡേ സമയത്ത് എങ്ങാണ്ട് ഇട്ടതാ ലോങ് വീഡിയോ. പിന്നെ ഇതുവരെ ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തതെന്നുള്ളത്. സമയം കിട്ടുന്നില്ല, സത്യം പറഞ്ഞാൽ തിരക്കോട് തിരക്കാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ. നമ്മൾ ഈ ഫാമൊക്കെ തുടങ്ങി മുട്ടയൊക്കെ ഓർഡർ വരുമ്പോൾ കൊണ്ടു കൊടുക്കാനൊക്കെ പോകുന്നത് കൊണ്ട് പിന്നെ അതിന്റെ തീറ്റയും കാര്യങ്ങളും, പിന്നെ അല്ലാണ്ട് പുറത്ത് പോക്കും, പിന്നെ ഡോറയുടെ ഹോസ്പിറ്റലിൽ പോക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് തൊട്ട് പുതിയ എല്ലാ മാസത്തെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ മാസത്തിലും 2 തവണ കാണും കേട്ടോ. നമ്മൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയാന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കമന്റ് ഇട്ടും അല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മൾ കൂടുതൽ പറയാത്തെന്ന് വെച്ചാൽ റിസൾട്ടും കാര്യങ്ങളും കണ്ടിട്ട് ഡോക്ടർ എന്താ പറയുന്നതെന്നും കൂടെ അറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ആ ഒരു ഭീകര സത്യം നമ്മൾ അറിഞ്ഞത്. ഭയങ്കര വലിയൊരു സത്യമായി പോയി. സത്യം പറഞ്ഞ് അറിഞ്ഞപ്പോൾ നമുക്ക് ഇതാണല്ലോ പ്രശ്നമെന്നെങ്കിലും മനസ്സിലായി. പിന്നെ അതുപോലെ വിഷമോ ആയി. ആൾക്ക് നല്ല വിഷമം. എന്നിട്ട് അവിടെ ഞാൻ ഈ സൈഡ് വീൽ ചെയറിലിരുന്നു. അപ്പോൾ ഡോക്ടർ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആളെന്നെ ഇങ്ങനെ നോക്കി. ഞാനപ്പോൾ അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഡോക്ടർ മുഖത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന എന്താ കാര്യം അത് പറയാം. അപ്പം ഇവിടെ ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര വെച്ചാൽ അല്ല, ഹെവി മഴയൊന്നുമില്ല, ജസ്റ്റ് ഭയങ്കരമായിട്ട് മൂടി കിടക്കും. ഇപ്പൊ സമയം എന്ന് വെച്ചാല് ഇവിടെ 6 മണി ആയിട്ടില്ല കേട്ടോ, 5:40 ആയതുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ഇരുട്ടായി. സാധാരണ ഇവിടെ 6:30 ആയാലും ഇരുട്ടാറില്ല, പക്ഷെ ഇന്ന് 5:30 കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ട് വീണു. നല്ല ഇരുട്ട് കിടക്കും. അതുകൊണ്ട് എല്ലാ ലൈറ്റും നമ്മൾ ഇട്ടേക്കുമല്ലോ. അപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോറയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇത്രയും നാൾ നമ്മൾ ഫിസീഷ്യനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വരുമാനമൊന്നും നമുക്ക് അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഡോറയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. മെയിൻ റീസൺ നമ്മുടെ ഗബ്രൂട്ടിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഗബ്രൂട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. കോട്ടയത്താണല്ലോ കാണിക്കുന്നത്. അപ്പം അവൻ്റെ അസുഖവും കാര്യങ്ങളും അങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് അതിനും നല്ല പൈസ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഡോറേനെയും കൊണ്ട് എങ്ങോട്ടും പോകുന്ന ഒരു സിറ്റുവേഷനിലൊന്നും ആയിരുന്നില്ല നമ്മളൊന്നും. പിന്നെ വരുമാനത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഇപ്പം അല്ലാണ്ട് തന്നെ ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിന് തന്നെ നല്ല പൈസയും കാര്യങ്ങളാവുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചികിത്സാ ചിലവ് അന്നും ആവുന്നുണ്ടായിരുന്നു ഡോറയ്ക്ക് വേണ്ടി നമ്മൾ അല്ലാണ്ട് ഫിസീഷ്യനെ കാണിച്ച് മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് അതുവരെ നമ്മുടെ ഈ ഏരിയയിൽ എങ്ങും റൊമറ്റോയിഡ് സ്പെഷ്യലിസ്റ്റ് ഇല്ലായിരുന്നു. നമ്മൾ വിളിക്കുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തോ അവിടെ ഡോക്ടർ വരില്ല. ചിലപ്പോൾ ആഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പം ഒരു ദിവസം ഒരിടത്ത് ബുക്ക് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചെല്ലാൻ അവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ഓഫ് ആണെന്ന് പറഞ്ഞു, അന്ന് ദിവസം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു റൊമറ്റോയിഡ് സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് നമുക്ക് വരുന്നില്ല. പിന്നെ എല്ലാവരും റെക്കമെൻഡ് ചെയ്തൊരു ഡോക്ടർ ഷേണായി ആയിരുന്നു. പക്ഷെ നമുക്ക് അത്രയും ദൂരം പോയി ഡോറയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം ഡോറയും ഗബ്രൂട്ടനെയും കൊണ്ട് ഞാൻ ഒറ്റയൊക്കെ പോകേണ്ടി വരും. നമുക്കാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, വീട്ടിൽ കുറേ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത്രയും ദൂരം നമുക്ക് പോകാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നിന്ന സമയത്താണ് നമുക്ക് കൊട്ടാരക്കരയിലുള്ളൊരു ചേച്ചിയാണ് പറയുന്നത് ഇതുപോലെ മെഡിസിറ്റിയിലുണ്ടെന്നുള്ളത്. പുള്ളിക്കാരിക്കും റൊമറ്റോയിഡിൻ്റെ അസുഖമായിരുന്നു. അവിടെ പോയി കാണിച്ച് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പുള്ളിക്കാരിക്ക് ഓക്കെ ആയി, ഭേദമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് നമ്മൾ മെഡിസിറ്റിയിലെ കാര്യം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മെഡിസിറ്റിയിൽ പോയി ചികിത്സ എടുക്കാനും മാത്രമുള്ള ഒരു വരുമാനമോ കാര്യത്തിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു നോർമലായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു വരുമാനത്തിലോട്ട് നമ്മൾ എത്തുന്നത്. ആ ഒരു വരുമാനത്തിൽ നമ്മൾ എത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചികിത്സ തുടരാനായിട്ട് നമുക്ക് പറ്റിയത്. അപ്പോൾ നമ്മൾ ചെന്ന് കാണിച്ച സമയത്തെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത സമയത്ത് മെയ് 5 നമുക്ക് കിട്ടിയത്. അതുവരെ ബുക്ക് ചെയ്തേക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുക ഞാൻ നമ്മുടെ പ്രസിദ്ധ ചേച്ചി എല്ലാവർക്കും അറിയാം. ചേച്ചിയുടെ ഒരു അറിയുന്ന പരിചയത്തിലുള്ള ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. അങ്ങനെ ആ ചേട്ടനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് 23-ാം തീയതിയിലത്തേന് നമുക്ക് കിട്ടി. 23-ാം തീയതി നമ്മൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അന്ന് തന്നെ ഡോക്ടറാണെ പറഞ്ഞു റൊമറ്റോയിഡിൻ്റെ മെഡിസിൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. 23-ന് റൊമറ്റോയിഡിൻ്റെ മെഡിസിൻസ് ആണെങ്കിൽ എന്തായാലും ഇപ്പം ഡോറയ്ക്ക് എടുക്കാൻ പറ്റില്ല. കാരണം 1.5 കൊല്ലത്തോളമായിട്ട് ഈ പെയിൻ കില്ലറും സ്റ്റെറോയിഡും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അത് കിഡ്നിയും അതുപോലെ തന്നെ ലിവറിനെയൊക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള മെഡിസിൻസ് തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഫുള്ള് റിസൾട്ട് നമ്മളിപ്പം ഏതൊരു ആശുപത്രി ചെന്നാലും ആദ്യം തൊട്ട് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലഡിൻ്റെ കുറേ റിസൾട്ട് നോക്കാൻ തന്നു. അതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ എക്സ്റേ എടുക്കാൻ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ റിമോറ്റോയിഡ് തുടങ്ങിയ സമയത്തൊക്കെ എല്ലായിടത്തും എക്സ്റേയും കൈയുടെയും കാലിൻ്റെയും എല്ലാത്തിലും എക്സ്റേ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ
ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് ഒന്നുകൂടെ എക്സ്റേ എടുത്തിട്ട്, അതായത് ഇടുപ്പിന്റെ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടുപ്പിൻ്റെതും കഴുത്തിൻ്റെ മെയിനായിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം അന്ന് പറഞ്ഞ് ബ്ലഡ് നമ്മൾ കൊടുത്തിട്ട് പോരുക ചെയ്തത്. അത് 4 ദിവസം എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ബ്ലഡ് റിസൾട്ട് കിട്ടാനായിട്ട്. ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പം അങ്ങനെ പോയപ്പം ബുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്നലെ ചെന്നപ്പം നമ്മൾ അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ബുക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ നമ്മളാണെങ്കിൽ പോകുന്നത് 27-ാം തീയതി. അപ്പോൾ 27-ാം തീയതി വന്നപ്പോൾ സ്കാനിങ് നമുക്കാണെങ്കിൽ ഈ എന്താ പറയുന്നത് ഫാസ്റ്റിങ്ങിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സ്കാനിങ് മാത്രം എടുത്തില്ല, എക്സ്റേ എടുത്തു, ബ്ലഡ് ടെസ്റ്റും കിട്ടി. അപ്പം ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ ഇൻഫ്ലമേഷൻ കൂടുതലാണ്. ഇൻഫ്ലമേഷൻ 27 ഉണ്ട്. 6 വരെ ആകാൻ പാടുള്ളൂ, അത് 27 ഉണ്ട്. പിന്നെ ESR ആണ് ഭയങ്കര ഹൈ ആയി നിൽക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ഇത്രയും ESR വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് കിടന്ന കിടപ്പിലാവേണ്ടതാണ്. പക്ഷെ എന്തോ ഭാഗ്യം, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് ഞാൻ ഇതുപോലെ കിടന്ന കിടപ്പായിരുന്നു, ഫുള്ള് എല്ലാ കാര്യവും കിടന്ന് അമ്മ ബന്ധുക്കളൊക്കെ ആയിരുന്നു ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ 7 മാസത്തോളം തളർന്ന പോലെ കിടന്നായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്തോ പനിയില്ല, പക്ഷെ എനിക്ക് കേട്ടോ പനിയില്ല, പക്ഷെ ഇത് വരുമ്പോ സാധാരണ ഇത് വരുമ്പം പനി വരാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ഇത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്കത്തിൽ പനിച്ചെങ്കിലും ഇപ്പം ESR ഇത്രയും കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം പനി അങ്ങനെയില്ല. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞ് ഇത്രയും കൂടി നിൽക്കുന്ന ആൾ കിടക്കേണ്ടതാണ്. എന്തോ ഭാഗ്യം, എന്തായാലും ഇത്രയും ESR ഇപ്പോൾ 93 ഉണ്ട്. നേരത്തെ 103 ഉണ്ടായിരുന്നു, അതിപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, 93 ആയി. എന്നാലും അത് ഭയങ്കര ഹൈ ആണ്. ESR മാക്സിമം വരേണ്ടത് 20 ആണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റിസൾട്ട് നോക്കിയപ്പോഴും അതിലും കാണിച്ചിരിക്കുന്നത് മാക്സിമം 20 പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഷോക്കിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സ്റേ റിപ്പോർട്ട് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയത്. അത് സർജറി ചെയ്താൽ പോലും ഇനി ശരിയാവില്ല. കാരണം വെച്ചാൽ ഇത്രയും കൊല്ലത്തെ പഴക്കമുണ്ടല്ലോ, 6 വയസ്സിൽ സ്റ്റാർട്ടായത്. അപ്പോൾ ഇത്രയും കൊല്ലത്തെ പഴക്കമുള്ളതുകൊണ്ട് ഇനി സർജറി ചെയ്തിട്ട് പോലും കാര്യമില്ല. പിന്നെ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വേദന ഒരു പരിധി വരെ എന്തായാലും ഡോക്ടർ പറഞ്ഞ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷമെങ്കിലും മെഡിസിൻസ് എടുക്കണമെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഈ അസുഖത്തെ നിർത്താൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ്റേ എടുത്തപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, കഴുത്തിൻ്റെ ഈ ഭാഗത്ത് എല്ലുകൾക്ക് സ്റ്റക്കായിട്ട്, അതായത് നമ്മുടെ നോർമൽ കഴുത്തിൻ്റെ എല്ല് പോലെ അല്ല, അവിടെ ഒരു ചെറിയ ഡോക്ടർ സൂം ചെയ്ത് ഗ്യാപ്പും ഉണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലുകൾ ജോയിൻ്റ് ആയിപ്പോയി. എന്നുവെച്ചാൽ അകന്നിരിക്കുന്ന എല്ലുകൾ രണ്ടും കൂടെ ജോയിൻ്റ് ആയിപ്പോയി കഴുത്തിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഇടുപ്പെല്ലിൻ്റെ അടുത്തും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റില്ല, കാല് അകത്തി വെച്ച് നടക്കാൻ പറ്റില്ല, കാല് പൊക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇടുപ്പല്ലിൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിങ്ങനെ മടക്കാൻ പറ്റുന്നുണ്ട്. മടക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ താഴോട്ടുള്ള എല്ലും ഇവിടുന്ന് മേളോട്ടുള്ള എല്ലിൻ്റെയും ഈ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പും, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് അല്ല മെഷീൻസൊക്കെ ഇങ്ങനെ പിടിച്ച് ചേർത്ത് വെക്കുന്നതൊക്കെ ഉള്ളൊരു ഇത് നമുക്കിവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ മടക്കി നിവൃത്തിയും ചെയ്യാൻ പറ്റുന്നത്. ആ എല്ല് സംഗതി എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലത്തെ പഴക്കം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ എല്ല് അവിടെ ജോയിൻ്റ് ആയിപ്പോയി. എന്നുവെച്ചാൽ ആ വരേണ്ട ഗ്യാപ്പ് അവിടെ അടഞ്ഞിട്ട് അവിടെ ജോയിൻ്റ്, മേൽഭാഗത്തെ എല്ല് ഇല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള രണ്ട് ഇടുപ്പിന്റെ ആ ഒരു എല്ലുകൾ തമ്മിൽ, വലത്തെ ഇടുപ്പിന് വലിയ പ്രശ്നമില്ല, ഇടത്തെ ഇടുപ്പിന്റെ ആ ഒരു ഭാഗം ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കുമല്ലോ നമ്മുടെ രണ്ട് ഇത്. അല്ല, ഈ ഭാഗത്ത് അങ്ങനെ ഇല്ല, കാണാൻ മാത്രം ഇല്ല. പിന്നെ വലത്തെ എല്ലും ജോയിൻ്റ് ആയിരിക്കുക, പക്ഷെ എന്നാലും അവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ട്. പിന്നെ നട്ടലിൻ്റെ ഭാഗത്തും നട്ടലിന് വളവ് വന്നിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കതല്ല, അത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് എനിക്ക് ഗബ്രൂട്ടില്ല. എല്ലാവർക്കും അത്ഭുതം അതാ. എനിക്ക് അല്ല, ഞാൻ ഡോക്ടറോട് മെയിനായിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് ഭാവിയിലെങ്കിലും ഇതെല്ലാം ഒന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അതിനുള്ളൊരു സ്കോപ്പ് ഇല്ലെന്നാണ് പറഞ്ഞത്. ശരിയില്ല, അങ്ങനെ ഒരു ഇതേ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ നിർത്തിക്കൊണ്ട് പെയിൻ ഇല്ലാത്തൊരവസ്ഥ. എനിക്കത് മതി. കാരണം ഇതിന് മുന്നേ എനിക്ക് ഇച്ചിരൂടെ കാല് പൊക്കി വെച്ച് നടക്കായിരുന്നു, മുട്ടുമടങ്ങി തന്നെയായിരുന്നു ഇരിക്കത്തുള്ളൂ. പക്ഷെ ഈ കൈയൊക്കെ താത്തുമൊക്കെ ചെയ്യായിരുന്നു, അതുപോലെ കുറച്ചുകൂടെ സ്പീഡിൽ നടക്കുകയൊക്കെ ചെയ്യായിരുന്നു, എല്ലാ ജോലികളെല്ലാം ചെയ്യായിരുന്നു. അതുപോലെ ആയാൽ മതി എന്ന് എനിക്കുള്ളൂ. ഇപ്പം മുട്ട് നൂരത്തില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. കാരണം
എത്രയും വെച്ചാൽ ഈ ഒരു ഞാൻ +2 പഠിക്കുമ്പോൾ എങ്ങാണ്ടാണ് ഈ ഒരു അസുഖമാണെന്ന് അറിയുന്നത്. അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞു പോയി. അതിനുശേഷം ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഓർത്ത് നോക്കുമ്പോൾ ഒരുപാട് ഇത് പഴകി പോയിട്ടുണ്ട്. ഇപ്പോൾ തുടക്കത്തിലേക്ക് ആണെങ്കിൽ മെഡിസിൻ കഴിച്ച് നമുക്കത് ഭേദമാക്കി എടുക്കാം. പക്ഷെ ഇത്രയും വർഷത്തെ ഒരു ഇതിൽ മാക്സിമം എത്ര ആകാവോ എല്ലാ രീതിയിലും നശിച്ച ആ ഒരു രീതിയിലായി. അപ്പം അത് നേരെ ആകത്തില്ലേലും എനിക്ക് വേദന ഇല്ലാതെ അത്യാവശ്യം നടക്കും ജോലി ചെയ്യാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ആഗ്രഹം. ഈ നമ്മൾ ഡോറ ഡാൻസ് കളിച്ചൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് വരുന്നൊരു കമൻറ്റുകൾ വേദനയാണെങ്കിൽ അടങ്ങി വീട്ടിൽ ഇരുന്നൂടെ ഇങ്ങനെ എന്തിനാ കൂത്ത് കാണിക്കാൻ നടക്കുന്നത്, കോമാളിത്തരം കാണിക്കാൻ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് കേട്ടെടുത്തോളം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത്രയും ജോയിൻറ്റ് സ്റ്റക്കായിരുന്നിട്ടും ആ ഡാൻസ് കളിക്കുന്നതും ശരീരം അനങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ വേദന കുറഞ്ഞു നിൽക്കുന്ന സമയത്തേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. വേദനയാണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി അടഞ്ഞു കൂടിയിരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. അത് തന്നെയല്ല എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളും. അതുപോലെ ഡാൻസിങ്, ഞാൻ കൊച്ചിൽ ഡാൻസ് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും, നാടോടി നൃത്തം എല്ലാ രീതിയിലും. അപ്പോൾ എനിക്ക് ആ ഒരു കലയല്ലേ എൻ്റെ ഉള്ളിൽ ഡാൻസ് ഭയങ്കര ഇതായിട്ടുണ്ട്. ഇച്ചായൻ്റെ കൂടെ വന്നപ്പോൾ ഇച്ചായനും ഞാനും കൂടെയായി ആ ഒരു ഇതം. അതുകൊണ്ട് എനിക്ക് ഏത് പാട്ട് അങ്ങനെ കേട്ടാലും എനിക്ക് ഡാൻസ് കളിക്കുന്ന ഒരു ടെൻഡൻസി അറിയാതെ വന്നു. ഇപ്പം ജോയിൻ്റ് സ്റ്റക്കാണെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും മാറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളങ്ങനെ മാറിയിരുന്നു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആൾക്കും പ്രശ്നമാണ്, കൂടെ ഉള്ളവർക്കും പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഞങ്ങളെയും കൂടെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഡോറ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഈ ഒരു ജോയിൻ്റൊക്കെ സ്റ്റക്കായി പോയിട്ട് നിങ്ങൾ ജോയിൻ്റൊക്കെ ഒട്ടിപ്പോയതിന് ശേഷം എനിക്കറിയില്ല നിങ്ങളൊക്കെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു സ്ഥിതിയിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം അതൊക്കെ എനിക്ക് എന്താ പറയുക, അതൊക്കെ എനിക്ക് ഭയങ്കര വലിയൊരു അത്ഭുതമാണ്. കാരണം ഇങ്ങനെ ഒരാളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയാലോ, ഇത്രയും ബുദ്ധിമുട്ടിലും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയാൽ സത്യം ഇല്ല അല്ല സംഗതി എന്ന് വെച്ചാലേ ഞാൻ വിചാരിച്ചത് ഈ അസുഖം മാറുമ്പം ചിലപ്പം നോർമലായിട്ട് നമ്മളൊക്കെ നടക്കുന്നവണക്ക് നടക്കാൻ പറ്റുമായിരിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് മുൻകൈ എടുത്ത് നിന്ന് പോയത്. അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഡോറ നമ്മളെയൊക്കെ പോലെ നടന്നു തുടങ്ങും, ആ ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഡോക്ടർ ഇല്ല, നടക്കാനുള്ളൊരു ചാൻസ് ഇല്ല. പക്ഷേ അങ്ങനെ നോർമലായിട്ട് നടക്കാനുള്ളൊരു ചാൻസ് ഇല്ല. പക്ഷെ അല്ലാണ്ട് പെയിൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ച് തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷേ നല്ലതുപോലെ നമ്മൾ നടക്കുന്നവണൊക്കെ എനിക്ക് മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോറ നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ എഴുന്നേൽക്കുള്ളൂ, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റത്തില്ല, സ്വയമേ എഴുന്നേൽക്കാൻ പറ്റില്ല. എന്തോ പിന്നെ അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അതാണ് എനിക്ക് പേടി. ഇപ്പം നമ്മളാരും ഇല്ലാത്തൊരു സമയത്ത്, ഇപ്പം ഞാനോ അമ്മയോ അല്ലെങ്കിൽ പിള്ളേരോ ആരും ഇല്ലാത്ത സമയത്ത് ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്നു പോകും. പണ്ട് ഡോറ മോൻ 3 മാസം 4 മാസം കണ്ടുള്ള സമയത്ത് ഞാനും അമ്മയും കൂടെ ബാങ്കിൽ എന്തോ ആവശ്യത്തിന് കരുനാപ്പള്ളി പോവാണ്. അപ്പം ഞങ്ങൾ കുറ്റി ചന്ത വരെ, അതായത് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ വീട്ടിനടുത്ത് നിന്ന്. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പം പെട്ടെന്ന് കോള് വരുന്നു, ഇച്ചായ ഓടി വാ, ഞാനൊന്ന് നിലത്ത് വീണ് എഴുന്നേക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സംഗതി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി പക്ഷെ നടക്കാൻ ഇത്തിരി പറ്റുമായിരുന്നു അന്നേരം, അതിനുവെച്ചാൽ തീരെ കിടന്നു പോയില്ല. കട്ടിലോട്ട് ഇരുന്ന് അവിടുന്ന് അറ്റത്ത് നമ്മളെല്ലാം സ്പ്രിങ്ങിൻ്റെ ബെഡല്ലേ ഇരുന്നപ്പോൾ അവിടുന്ന് തെന്നി നിലത്തോട്ട് വന്ന് വീണ് ആ വീഴ്ചയിൽ തന്നെ കിടക്കുക. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്റെ ഫോണ് കട്ടിലായി പോയിരുന്നെങ്കിൽ എനിക്ക് അയലത്ത് വിളിക്കേണ്ട വന്നേനെ. ഇപ്പൊ ഞാൻ വീണപ്പോ എന്റെ കൈ ഫോണും കൂടി ഇരുന്നുകൊണ്ട് ഫോണിൽ വിളിക്കാൻ പറ്റി. പിന്നെ മോൻ കട്ടിലേല് കിടന്നുകൊണ്ട് 3 മാസം കണ്ടായിട്ടുള്ളൂ. അന്ന് ഞാന് തലയെണ്ണ എടുത്തിട്ട് എൻ്റെ കൂടെ തലയെണ്ണയും താഴത്തോട്ട് വീണായിരുന്നു. അപ്പൊ തലയെണ്ണ എടുത്ത് ഞാൻ മോന് വീഴാതിരിക്കാൻ വേണ്ടി സൈഡിൽ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ഇച്ചാൻ വരുന്നോടെ ഞാൻ പെട്ടെന്ന് ഞാൻ 1 കിലോമീറ്റർ ആയതേ ഉള്ളൂ. അപ്പൊ തന്നെ പെട്ടെന്ന് വണ്ടി ഇരിച്ച് ഞാനും അമ്മയും കൂടെ ഓടി വന്ന് പെട്ടെന്ന് തന്നെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഒന്ന് നിലത്ത് വീണാൽ അവൾക്ക് തനിയെ എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു നിലയിലോട്ട് വരണം. എൻ്റെ ഇതായിരുന്നു. കാരണം പണ്ട് ഇതുപോലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഡോറ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലോട്ട് നടന്നു പോയ സമയത്ത് പ്രിൻസും പ്രിൻസിയും അന്ന് ഗബ്രൂട്ടനൊന്നും ഇല്ല, പ്രിൻസും പ്രിൻസി ആണെങ്കിൽ ആ ബാത്റൂമിൻ്റെ സൈഡിലൊരു തിണ്ണ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അവർ കളിക്കുന്നു. ഇവള് നടന്ന് ബാത്റൂമിൻ്റെ ഡോറിലോട്ട് കയറാൻ പോയപ്പോൾ പെട്ടെന്ന് പുല്ലിൽ തട്ടിയിട്ട് അങ്ങനെ പ്രിൻസിൻ്റെ കാലത്തിട്ടിട്ട് നിലത്തോട്ട് വീണതും ഒറ്റ വീഴ്ച സ്ട്രെയിറ്റ് വന്ന് ഇവർക്ക് മുട്ട് മടങ്ങത്തില്ല. മുട്ട് മടങ്ങാത്തത് കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ
എങ്ങനെയും മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരണം. അന്ന് പ്രിൻസി എഴുന്നേപ്പിച്ച് പിന്നെ അതുപോലെ ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇപ്പം വന്നില്ലേ, ഇവിടെ വന്നതിന് ശേഷം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ വീണിട്ട് തലേന്ന് ഭിത്തിയുടെ അടുത്തൊരു പാത്രം ഇരിപ്പുണ്ടായിരുന്നു. പാത്രത്തിൽ നിന്ന് ഭിത്തിയിൽ അടിച്ചില്ല, ഭാഗത്തിന് ആ പാത്രത്തിൽ അടിച്ചു. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഓച്ചിറ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് വാടകയ്ക്ക് ചെന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ജോലിയും കഴിഞ്ഞ് അന്ന് ഞാൻ ഇവളും കൂടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യാം തഴവയിൽ. അപ്പം ഞങ്ങൾ രാത്രി ജോലിയും കഴിഞ്ഞ് തിരിച്ച് ഞാൻ അങ്ങോട്ട് കയറി, ഇവർക്ക് എന്നിട്ട് നടക്കാൻ പറ്റുന്ന സമയമാണല്ലോ, ഞാൻ അങ്ങോട്ട് കയറി ഇവളങ്ങോട്ട് രാവിലെ പോയപ്പോ കൂടി ഇറങ്ങും. ഞാൻ അകത്തോട്ട് കയറി, എൻ്റെ പുറകെ ഇവള് കയറി വരുന്നത് കണ്ടിട്ടാണ് ഞാൻ കയറുന്നത്. പിന്നെ അല്ല പട്ടക്കോന്ന് പറഞ്ഞൊരു ഇവളുടെ വിളി കേട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തെ ഇവള് നിലത്ത് വീണ് കഴിഞ്ഞു. അത് തിരിഞ്ഞു വന്ന് വീണ് തലയുടെ ബാക്ക് വന്ന് അത് ഭയങ്കര സൗണ്ട്, ഭയങ്കര സൗണ്ട്. എനിക്കങ്ങ് ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും ഫോഴ്സിൽ വന്ന് വീണ് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം ഈ മുട്ട് മടങ്ങാത്തതിൻ്റെയും ഈ നട്ടല് വളയാത്തതിൻ്റെയും ഒക്കെ പ്രശ്നം നമ്മളതും പറഞ്ഞില്ല. നമ്മൾ വാഗമണ്ണ് പോയില്ലേ, വാഗമണ്ണ് ഞാനും നമ്മുടെ സെയ്ദും ആര്യയും അതുപോലെ തന്നെ ഇവളൊക്കെ ആയിട്ട് പോയിട്ട് എനിക്ക് നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രാത്രി അപ്പം നമ്മളിങ്ങനെ ഇറക്കം, അതായത് ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. ചുരം ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഞാൻ വണ്ടി നിർത്തി, ഇവിടെ വണ്ടിയുടെ ഫ്രണ്ടിലല്ലേ എപ്പോഴും ഇരുത്തുന്നത്, അവിടെ ഇരുത്തിയിട്ട് ജസ്റ്റ് ഞാൻ അങ്ങോട്ട് മാറി നിന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഇല്ല നടന്നതേ ഉള്ളൂ. ഈ ഉണ്ടല്ലോ യൂറിൻ പാസ് ചെയ്യാൻ പറഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നിൽക്കുന്നു. ഈ മനുഷ്യർ അങ്ങ് അത് പിന്നെ നമ്മുടെ കൂടെ ആരെയും ചെയ്തൊക്കെ അപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് അത് നാണക്കേടാണ്. അതല്ല ഞാൻ പറയാം, തൊട്ടടുത്തെന്നല്ല പറയാം, നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറുന്ന പറയും. അവര് വിചാരിച്ചെന്തെന്നറിയോ, കാഴ്ച കാണാൻ നിന്നാ പറഞ്ഞ് അവിടെ താഴെ ഇങ്ങനെ എന്തായിരുന്നു മലയും അപ്പൊ അവര് വിചാരിച്ച് കാഴ്ച കാണാൻ ഇങ്ങനെ നിർത്തിയായിരിക്കും. രാത്രിയല്ല. അവരപ്പൊ എന്ത് ചെയ്തു, വണ്ടി നിർത്തിട്ട് അവര് മുന്നോട്ട് അത് കാണാൻ പോയി. ഞാൻ വണ്ടിയിലിരുന്നു. അപ്പൊ ഞാൻ വണ്ടി അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് കേറി ഇരുന്ന് ഓർക്കുന്നുള്ളൂ. ദോണ്ട് കിടക്കുന്ന ഹെൽമെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹെൽമെറ്റ് ഊരിയിട്ട് ഞാൻ ഇതുപോലെ വണ്ടിയിൽ ഇരുന്നിരുന്നെങ്കിൽ തല എന്നെ ചിന്നി. ഇപ്പൊ ഞാൻ പടമായിട്ടിരിക്കേണ്ടത് വാലയൊക്കെ ഇട്ട്. കാരണം അതുപോലെ എൻ്റെ തല റോട്ടിൽ ഇടിച്ച് വീണിട്ട്. അതുപോലെ എൻ്റെ കൈയുടെ മുട്ടിൽ ഇത്തിരി തൊലി പോയി. പിന്നെ കാലിൻ്റെ തള്ളവിരലും വണ്ടി എൻ്റെ മേത്തോട്ട് കിടന്നു, ഇച്ചായൻ്റെ വണ്ടി. ഞാനപ്പം ഇച്ചായ ഓടി ഞാൻ വീണെന്ന് പറഞ്ഞപ്പം അവരെടുത്തോണ്ട് അവരുണ്ട് അയ്യോ ചേച്ചി ഇതും പറഞ്ഞ് ഇങ്ങനെ അവർക്കും പിടിക്കുക എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പത്തേനും ഇച്ചാൻ അങ്ങന്ന് ഓടി വരുന്നുണ്ട് വന്ന്. അപ്പോൾ ആൾക്കാർ ഭയത്തിന് അവർ വിചാരിച്ച് വേണം വണ്ടിയേക്കാനും മറിഞ്ഞിട്ട് വീണതായിരിക്കും. വണ്ടിയും മറിഞ്ഞു കിടക്കുന്നു, ഞാനും കിടക്കുന്നു. പാകത്തിന് വലിയ 2 വണ്ടി വന്നത് അങ്ങ് പോവാ. അത് കണ്ടിട്ടും നിർത്തിയില്ല. അതാണ് നമ്മുടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ഇട്ട വണ്ടികൾ വന്നത്. 2 വണ്ടികളും കണ്ട് വന്ന് അതിലെ പോയി. പക്ഷെ അവര് നിർത്തിയൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇച്ചാൻ വന്ന് എഴുന്നേറ്റു. പിന്നെ തലയ്ക്കൊരു കുറേ നേരത്തേനൊരു പിന്നെ ഇവിടെ ഇച്ചിരി എന്തോ ഇതുണ്ടായിരുന്നു മുട്ടില്. അത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു നിലയിൽ നിന്ന് മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഡോക്ടർ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ വിഷമമായി. കാരണം ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കില്ലല്ലോ, ആ ഒരു വിഷമം. പിന്നെ പോകട്ടെ, ശരിയാവും, ബൈ. എങ്ങനെയെങ്കിലും നല്ല രീതിയിലൊന്ന് നടന്നു കിട്ടിയാൽ മതി. പഴയതുപോലെയെങ്കിലും വേദന ഇല്ലാത്ത ഒരു ദിവസമെങ്കിലും അവളൊന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം, അത്രേ ഉള്ള ആഗ്രഹം. ഒരു ദിവസമെങ്കിലും വേദന ഇല്ല എന്ന് പറഞ്ഞിട്ട് കിടന്നൊന്ന് ഉറങ്ങിക്കണ്ട, അത്രയും സമാധാനം. ഞാനിപ്പോൾ അതേ ഇനി ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റേ എന്തായാലും നടക്കില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പം പിന്നെ എന്നാൽ ഇതെങ്കിലും അങ്ങ് നടക്കട്ടെ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ 2 വർഷത്തോളം പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റൊമറ്റോയിഡിന്റെ മരുന്ന് തരണമെങ്കിൽ റൊമറ്റോയിഡിന്റെ മെഡിസിൻ തന്നു. ഇപ്പൊ റൊമറ്റോയിഡിന്റെ മെഡിസിനാ തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ചെന്നപ്പം റിസൾട്ട് ആയിട്ട് മെഡിസിൻ തരുന്നു വിടാത്തത് കിഡ്നിയും അതുപോലെ ആദ്യമേ മെഡിസിൻ തരാഞ്ഞതിന്റെ റീസൺ ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും സ്കാനിന്റെയും റിപ്പോർട്ട് കണ്ടാലേ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഈ പെയിൻ കില്ലർ തന്നതുകൊണ്ട് കരളിനോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഡോക്ടർക്ക് നോക്കണം എന്ന് പറഞ്ഞു. അത് ഒന്നും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ റൊമറ്റോയിഡിൻ്റെ മെഡിസിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിയ അളവിലേ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് ദൈവം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരു കുഴപ്പമില്ല. ഇപ്പോഴും വൈകിട്ടില്ല. ആ ഒരു കാര്യം നടക്കത്തില്ലെങ്കിൽ പോലും വേദന ഇല്ലാതെ നടക്കാന്നുള്ള സിറ്റുവേഷനിലെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയല്ലോ.
അപ്പം അതുകൊണ്ട് ഇനി നല്ല രീതിയിൽ ഇനിയും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ചെറിയ രീതിയിൽ നമുക്ക് എല്ലാം കൊണ്ടും കോഴി ഫാമിൽ നിന്നാണെങ്കിലും നമ്മുടെ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു വരുമാനം വന്നതുകൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയത്. എന്നുവെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യം നല്ല പൈസയാവും. റുമറ്റോയ്ഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതിൻ്റെ സ്കാനിങ്ങിനായാലും എല്ലാത്തിനും നല്ല ഏറ്റവും കൂടുതൽ മെഡിസിൻസിനാണ് വില കൂടുതൽ. ഭയങ്കരമായിട്ട് നല്ല വിലയുണ്ട് മെഡിസിൻസ്. നമ്മൾ 10 ദിവസത്തെയും 15 ദിവസത്തേക്കൊക്കെ എടുക്കുമ്പം തന്നെ 2000-2000 മേളിൽ 3000-അടുത്തൊക്കെ മെഡിസിൻസിന് വില വരുന്നത്. മെഡിസിനാണ് ഏറ്റവും കൂടുതൽ വില. പിന്നെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും, ഒരു ബ്ലഡ് ടെസ്റ്റ് തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്ത ബ്ലഡ് ടെസ്റ്റ് തന്നെ ഏകദേശം 4000 സംതിങ് ബ്ലഡ് ടെസ്റ്റിന് മാത്രമായി. അതിൽ ഒരെണ്ണത്തിന് നല്ല റേറ്റ് കൂടിയ. അപ്പം നല്ല രീതിയിൽ ഈ ട്രീറ്റ്മെൻറ്റിന് നല്ല രീതിയിൽ പൈസ ഇറങ്ങും നമുക്ക്. അതുകൊണ്ടാണ് ഇത്ര നാൾ നമ്മളൊന്നിനും ഇറങ്ങാതിരുന്നത്. ഇപ്പം പിന്നെ നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇത്രയും നാളും വിചാരിച്ചാൽ എവിടെയെങ്കിലും 2 സെൻറ്റ് വസ്തു വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇനിയിപ്പോൾ തൽക്കാലം അത് നമ്മൾ അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചു. എങ്ങനെയെങ്കിലും ഇവളൊന്ന് ഓക്കെയായി കിട്ടിയിട്ട്, ഇവളൊന്ന് ഓക്കെയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം സാധിക്കുമല്ലോ. മനുഷ്യൻ കൂടെ ഉണ്ടെങ്കിൽ എന്താ എല്ലാം പറ്റാത്തത്. അപ്പം തൽക്കാലം അത് നമ്മളങ്ങോട്ട് ആ ഒരു സ്വപ്നം നമ്മൾ തൽക്കാലം ഒന്ന് നീട്ടി വെച്ചിട്ട് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റൽ കേസ് ഇല്ലാതെ വന്നാൽ തന്നെ മനുഷ്യരുടെ പകുതി ജീവിതം രക്ഷപ്പെടുന്നു. നമുക്കറിയാം, ഒരാൾക്ക് തന്നെ എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കും. ഇവിടെയെന്ന് വെച്ചാൽ ഗബ്രൂട്ടനും വയ്യ. ഞങ്ങൾ ഓരോ ദിവസവും എൻ്റെ മോന് ഇനിയിപ്പം വേണ്ടിയിട്ടും ഗബ്രൂട്ടന് ജൂലൈയിൽ അവനെയും കൊണ്ട് എക്കോ എടുക്കാൻ പോണം. അവനിപ്പോൾ 6 മാസം കൂടുമ്പോൾ ഡോക്ടേഴ്സ് 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടർ 1 കൊല്ലത്തേക്ക് കഴിഞ്ഞ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മോനെ ഹാർട്ടിന് ഇതുണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി പോയി. നമ്മളൊക്കെ ആദ്യം കയറി സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിയായിരുന്നു. മരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ എത്തി. പക്ഷേ ആ ഡേറ്റ് എടുക്കുന്നതിനുള്ള സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഭാഗ്യം പോലെ ബ്ലീഡിങ് നിന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 2 തവണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടു, ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിഞ്ഞു, ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. എന്തിന് റൂമറ്റോയ്ഡ് നിൽക്കുന്ന സിസ്റ്റർമാർ ഉൾപ്പെടെ നമ്മുടെ വീഡിയോസ് കാണുന്നവരായിരുന്നു. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇന്നലെ ചെന്നപ്പോഴും ഓരോരുത്തരെ കുഴപ്പമില്ല, സ്കാനിങ്ങിനാണോ, ഞാൻ എഴുതിയിടും, ഞാൻ പറയാം, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ചെന്നതുകൊണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ നമ്മൾ ലിഫ്റ്റിൽ കയറി ചെല്ലുമ്പോഴാണേലും എല്ലാത്തിലും നമ്മുടെ ഇന്നലെ എന്നെ ചെന്നപ്പം ഇത് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയ സിസ്റ്റർ വിനീത എന്നാന്ന് തോന്നുന്നു പേര്. സിസ്റ്റർ ഓടി വന്നിട്ട് സംസാരിച്ചു. സിസ്റ്ററാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോയത്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്റേ എടുക്കാൻ റൂമിനകത്ത് കയറിയപ്പോൾ തൊട്ട് A to Z കാര്യം, ചേച്ചിയോട്ട് ഞാൻ ചെയ്തോളാം, ചേച്ചിയോട്ട് ഞാൻ ഞാൻ കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ഓടിക്കണ്ട ചേച്ചി എന്നും പറഞ്ഞ് സ്വന്തമായിട്ട് ഡ്രസ്സൊന്നും ഊരാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടെ ആണെങ്കിലും ചൈന വീട്ടിലാണെങ്കിൽ അമ്മയെ ചെയ്തു തന്നുണ്ട്. കാരണം എൻ്റെ കൈ വഴങ്ങത്തില്ലാത്തതുകൊണ്ട് അറിയാലോ. ചെരുപ്പൊക്കെ ഊരണമായിരുന്നു. അവർ ചെരുപ്പ് ഊരി മാറ്റിയിട്ട് ഓരോന്നെടുത്ത് ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം ഇട്ട് തന്ന്, ചെരുപ്പ് ഇട്ട് തന്ന്, വീൽചെയറിൽ എടുത്തന്നെ കഴുത്തിൻ്റെ എക്സ്റേ ഇരുന്നും ഇടുപ്പിൻ്റെത് കിടന്നും എടുത്ത്. അപ്പം നല്ല പൊക്കം ഉണ്ടല്ലോ ടേബിള്. അപ്പം ഞാൻ പറഞ്ഞു ഇശാനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾ കയറ്റിക്കോളാം. 2 സിസ്റ്റർമാർ ആണ് എന്നെ കയറ്റി കിടത്തിയതും എല്ലാം ഫുൾ സപ്പോർട്ട്. അതെനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് അവിടെ ചെന്നപ്പം അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. നമുക്ക് ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട്. എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സിനിമ വീഡിയോസ് കാണുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നല്ല വെച്ചാൽ നമുക്ക് മറ്റോ എവിടെ നിന്നെങ്കിലും കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് എനിക്ക് നല്ല രീതിയിൽ ഉള്ളൊരു എന്താ. ഡോറയാണെങ്കിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത്, അത് പ്രഗ്നൻ്റ് ആയി ഇരിക്കുന്ന സമയത്ത് 9 മാസം ആയി ചെക്കപ്പിന്. അവിടെ ചെക്കപ്പിനല്ല, അഡ്മിറ്റ് ആയിട്ട് എന്തോ സ്കാനിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇവർക്ക് നടക്കാൻ വയ്യല്ലോ. എന്നുവെച്ചാൽ ആ സമയത്തൊക്കെ കാലിനൊക്കെ നല്ല വേദനയാണ്. എനിക്ക് അടിവയറിൽ വേദന വന്നിട്ട് ജസ്റ്റ് ചെല്ലുക. അന്നേരം 2-ാം തീയതി ചെല്ലുക, April 2-ന്. അപ്പോൾ എൻ്റെ കാല് ഫുള്ള് നീരായി. അപ്പോൾ ഡെലിവറി അടുക്കാറാകുമ്പോൾ ഇങ്ങനെ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റില്ല. 3-ാം നിലയിലാന്ന് തോന്നുന്നു ഇല്ലേ? 3-ാം നിലയിലും കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് വീൽ ചെയർ വേണം. അന്നേരത്തേനേ ഞാൻ പറഞ്ഞു എനിക്ക് വീൽ ചെയർ വേണം എന്ന് പറയുമ്പോൾ സിസ്റ്റർ ആണോ അത് അറ്റൻഡർ അല്ലേ അന്നേരത്തേനും പറയാം അത് കുഴപ്പമില്ല, വേദനയൊക്കെ ഉണ്ടാകും, അവരെ അങ്ങോട്ടുള്ളത് അവരുടെ കൂടെ നടന്നു പോകാൻ. ഞാൻ നടന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അവരെ പോലെ അല്ലേ എനിക്ക് കാലിന് ഓൾറെഡി എനിക്ക് വേദന ഉണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ കൂടെ പോകത്തില്ല, എനിക്ക് വീൽ ചെയർ വേണം പറഞ്ഞു. ഞങ്ങൾക്ക് അമ്മ വീൽ ചെയർ നിർത്തി വീൽ ചെയറിൽ ഇരുന്നു.
എന്നിട്ടും അവരാരും ഉന്തി അവിടെ കൊണ്ടുപോകുന്നില്ല. അവസാനം അമ്മ തന്നെ ഉന്തി ലിഫ്റ്റിൽ കയറ്റി അവിടെ കൊണ്ടുപോയി. അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഓർത്തപ്പോൾ പറയാം. അന്ന് പറയാൻ മറന്നുപോയി. അനസ്തേഷ്യയുടെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം അനസ്തേഷ്യയുടെ ഡോക്ടർ ഇത്ര മണി വരെ ഉള്ളൂ. അപ്പം ഡോക്ടർ എഴുതി തന്നു. അവിടെ ചെന്ന് രാവിലെ ചെല്ലുക, ഇത്ര മണിക്ക് അവിടെ അനസ്തേഷ്യയുടെ ഡോക്ടറെ കാണാൻ ചെല്ലണമെന്ന്. വാർഡിൽ ചെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞപ്പം വീൽ ചെയർ ഒരെണ്ണമുള്ളൂ, വീൽ ചെയർ വരട്ടെ, എവിടെ കൊണ്ടുപോയേക്കുവാ, രോഗി കൊണ്ടുപോയേക്കുവാന്ന് പറയും. ആയിക്കോട്ടെ. അവിടെ ഇരുന്ന് നടുവേന എടുത്ത് വയറുവേന എടുത്ത് കാലുവേന എടുത്ത് ഞാൻ പറഞ്ഞു വീൽ ചെയർ വരുമ്പോൾ വിളിച്ചേരെ, ഞാൻ പോയി കിടക്കുക വാർഡ്, അപ്പം നമുക്കിങ്ങനെ കാണാം, വിളിച്ചേരെന്ന് പറഞ്ഞു. ഞാൻ പോയി കിടന്നൊരു ഉറക്കം കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുക. അവസാനം അമ്മ 2 തവണ പോയി ചോദിച്ചപ്പോൾ ഇപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വന്ന് വീൽ ചെയർ കൊണ്ടുവന്നിട്ട് വീൽ ചെയർ അവിടെ ഇരുന്ന് ഞാൻ കയറി വീൽ ചെയറിൽ ഇരുന്നു. വീൽ ചെയർ കൊണ്ടുവന്ന ആളെ അകത്തോട്ട് കയറിപ്പോയി. അപ്പം നമ്മുടെ വിചാരം എന്താ, ഇവരവിടെ നമ്മളെ കൊണ്ടേയാക്കുമെന്നോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അവർ വരാത്ത ഇതെന്തോ വരാം അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ അവർ പോയില്ലേ, വീൽ ചെയർ വന്നിട്ടുണ്ട്, അവിടെ ഒന്നിക്കേണ്ടതല്ലേ, അവിടുത്തെ 2ാമത്തെ നിലയിലാണ് അവർ പറയുക. എന്നിട്ട് എന്ത് ചെയ്തു, അമ്മ തന്നെ അപ്പം അമ്മ പറഞ്ഞു കൊണ്ടാക്കാൻ പറഞ്ഞു. അത് അങ്ങ് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റി, എന്തോ അവർ പറഞ്ഞു, അത് ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ട് അമ്മ തന്നെ ഉന്തി ലിഫ്റ്റിൽ കയറ്റി അവിടെ ചെന്ന് അപ്പം ഡോക്ടർ പോയി. എങ്ങനെയുണ്ട് അല്ലേ? നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകണം അങ്ങനെയൊന്നുമല്ല. തീരെ വയ്യാത്ത പേഷ്യൻസിനെ ഒന്ന് നോക്കാൻ എന്തായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരെങ്കിലേക്ക് നിർത്തിയിട്ടുണ്ടാവും. അത് അത്രയും ബുദ്ധിമുട്ടായിട്ട് വരുന്ന രോഗികളെ നോക്കാൻ വേണ്ടി. ഇത് അത്രയും ബുദ്ധിമുട്ടുള്ള രോഗികളെ പോലും അവിടെ ഒരു കെയർ കൊടുക്കാറില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഏകദേശമുള്ള രീതി, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറ്റം പറയല്ല, പക്ഷെ നമുക്ക് അനുഭവം വന്നത് അങ്ങനെയാണ്. നമുക്ക് അത്രയും മോശപ്പെട്ട അനുഭവമാണ് പല ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അല്ലെ ആ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഡോറേനെ കയറ്റിയ സമയത്തൊക്കെ അതൊക്കെ പക്ക ക്ലിയർ ആയിരുന്നു കേട്ടോ. അത് പക്ക ക്ലിയർ ആയിരുന്നു, അത് ഒന്നും പറയില്ല. കാരണം അവരുടെ മാക്സിമം ശ്രമിച്ചു ഡോറേനെ ഒരു കുഴപ്പമില്ലാണ്ട്, ഡോറേനെ ആണെങ്കിലും ഗബ്രൂട്ടനെ ആണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ കയ്യിൽ തരാൻ പേടി അനുസരിച്ച് തരാൻ പറ്റത്തില്ല. കാരണം വായിൽ പൊളിയത്തില്ലാത്തോണ്ട് പറ്റത്തില്ല, പിന്നെ നട്ടല് വളയത്തൂല. അപ്പൊ അത് അവർക്ക് എല്ലാരും പേടിച്ചു പോയി, ഞാൻ ഉൾപ്പെടെ. പക്ഷെ അവിടുത്തെ ചില നേഴ്സുമാർ, ചില അറ്റൻഡേഴ്സ്, ചില ക്ലീനേഴ്സ് ഡെലിവറി റൂമിൽ ഡെലിവറി ചെയ്ത് കൊണ്ട് കിടത്തിയതിന് ശേഷം അവിടെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചി, അവരുടെയൊക്കെ സ്വഭാവം വളരെ അതെല്ലായിടത്തും അങ്ങനെ തന്നെ അല്ല, പറ്റത്തില്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറായിരുന്നു ഈ അറ്റൻഡേഴ്സ് ക്ലീനേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡോക്ടേഴ്സിൻ്റെയും പിന്നെ ചില നേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ പക്കാ ക്ലിയർ ആയിരുന്നു. ഈ ആയുർവേദ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുറേ കാര്യങ്ങൾ ഇനിയും മാറാനുണ്ട്. ഇത്രയും തീരെ വയ്യാണ്ട് ചെല്ലുന്ന പേഷ്യൻസിനെയൊക്കെ കുറച്ചൊന്ന് കെയർ കൊടുത്ത് നോക്കണം. ഇപ്പോൾ നമ്മളെന്നല്ല, ഏത് പേഷ്യൻ്റ് ചെന്നാലും. ഇപ്പോൾ നാസിയുടെ വാപ്പേനെയൊക്കെ കൊണ്ട് ഞങ്ങൾ വണ്ടാനത്ത് കിടന്ന സമയത്ത് ഞങ്ങൾക്കറിയില്ല ഇത് എവിടെയാണ്, എപ്പോഴാണ് ചെല്ലേണ്ടത്, ഏത് വഴിക്കാ പോകേണ്ടത്. കാരണം ഇതിങ്ങനെ കുറെ കിടക്കുമല്ലേ. ഇത് എന്താനൊരു ഇത് വേണം. അമ്മയെ എന്നെ എടുത്തിടുമ്പോ ഇത് ഇങ്ങോട്ട് പോകും വീൽ ചെയർ, പിന്നെ അവിടെ നിന്ന് വടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഒരു എന്താനൊരു ഇത് കിട്ടില്ല. അല്ലെങ്കിൽ അറ്റൻഡേഴ്സ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ നിർത്തുന്നത് പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അറ്റൻഡേഴ്സിനെ നിർത്തുന്നത്. അവരെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതിനു വേണ്ടിയാണ് അറ്റൻഡേഴ്സിനെ കൂടുതലും നിർത്തുന്നത്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അറ്റൻഡേഴ്സിന് ഭയങ്കര എന്തോ അറിയില്ല, അവർക്ക് അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ സൂപ്രണ്ടിന് പോലും ഇല്ലാത്ത ഇതാണ് അവർക്കുള്ളത് എനിക്ക് തോന്നുന്നു. ഞാൻ കുറ്റം പറയല്ല, ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം പറയാം കേട്ടോ. പക്ഷെ ആ സമയത്ത് ഞാൻ ആ സമയത്ത് ഞങ്ങളിപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മളവിടെ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റും കിട്ടും, പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് തന്നെ ഒരു പേഷ്യൻസിന് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പേഷ്യൻറ്റ് ചെല്ലുമ്പോൾ ആ പേഷ്യൻറ്റിന് വേണ്ടതെന്ന് വെച്ചാൽ മാനസികമായിട്ട് അവർക്കൊരു ബലം കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത് നമുക്ക് കിട്ടാറില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്കത് പലപ്പോഴും കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഇത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.